സെയിൽസ് പ്രോസസ്സിന് 7 സ്റ്റെപ്പുകളുണ്ട്, 7 സ്റ്റേജുകളുണ്ട്. ഒന്നാമത്തെ സ്റ്റേജാണ് പ്രോസ്പെക്ടിംഗ് എന്ന് പറയുന്നത്. പ്രോസ്പെക്ടിംഗിന്റെ പ്രധാനമായ ഘടകം എന്ന് പറഞ്ഞാൽ നമ്മൾ കസ്റ്റമറുടെ നീഡ് മനസ്സിലാക്കുക, കസ്റ്റമറുടെ പെയിൻ പോയിന്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രോസ്പെക്ടിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ. പ്രോസ്പെക്ടിംഗ് എന്താണെന്ന് നമുക്കിപ്പോ മനസ്സിലായി. അപ്പൊ എന്താണ് ഈ സെയിൽസ് പ്രിപ്പറേഷൻ എന്ന് സാറ് വ്യക്തമാക്കാമോ? തീർച്ചയായിട്ടും ഈ പ്രിപ്പറേഷൻ ആ വേൾഡിൽ തന്നെ മീനിങ് ആണ് ഒരാളെ അപ്രോച്ച് ചെയ്യാൻ. ഞാനിപ്പോ ഒരു ഇൻഷുറൻസ് വിൽക്കുന്ന ഒരു സെയിൽസ് പേഴ്സൺ ആണെന്ന് വെച്ചു. അപ്പൊ ഞാനിപ്പോ ലിജയെ കാണാൻ വരികയാണ്. അപ്പൊ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്തിരിക്കണം? ആദ്യം തന്നെ ഞാൻ ആരാണെന്ന് എന്നിൽ നിന്ന് തന്നെ പ്രിപ്പറേഷൻ തുടങ്ങണം. ഞാനൊരു കമ്പനിയെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കമ്പനിയുടെ ലീഫ്ലെറ്റ് ഉണ്ടാവണം, എന്റെ വിസിറ്റിംഗ് കാർഡ് ഉണ്ടാവണം, എന്റെ എക്സിസ്റ്റിംഗ് കസ്റ്റമറുടെ സക്സസ് സ്റ്റോറീസ് എനിക്ക് അറിയണം. അതുപോലെ തന്നെ എന്റെ പ്രൊഡക്റ്റിന്റെ 180 ഡിഗ്രി 360 ഡിഗ്രി അപ്പ് ഡൗൺ ലെഫ്റ്റ് റൈറ്റ് എല്ലാ നോളജും എനിക്ക് ഉണ്ടാവും. എന്നാൽ മാത്രമേ എനിക്ക് ഒബ്ജക്ഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് അപ്പം ഞാൻ അങ്ങനെ പ്രിപ്പയർ ആയിരിക്കണം. പിന്നെ മറ്റൊരു പ്രധാന കാര്യം, നമ്മുടെ പല സെയിൽസ് പേഴ്സണും മറന്നു പോകുന്നൊരു കാര്യം, അവർ ഫിസിക്കലി ഹെൽത്തി ആണോ നോക്കണം. ചിലർക്ക് ഈ ജലദോഷമൊക്കെ ഉള്ള സമയത്ത് ഇറിറ്റേഷൻ കൂടുതലായിരിക്കും. അതുപോലെ സ്ത്രീകളെ സംബന്ധിച്ച് ഈ മെൻസ്ട്രുവൽ സൈക്കിളൊക്കെ നിൽക്കുന്ന സമയത്ത് അവരുടെ മൂഡ് ചേഞ്ച് മൂഡ് സ്വിംഗ് ഭയങ്കര മോശമാണ്. ആ സാഹചര്യത്തിലൊക്കെ അവർക്ക് സെയിൽ ചെയ്യാൻ വിജയിക്കില്ല. അപ്പം സെൽഫ് ഹെൽത്ത് കറക്റ്റ് ആണോ എന്ന് ആദ്യം നോക്കണം. പിന്നെ എന്റെ മൈൻഡ് സെറ്റ് ഓക്കെ ആണോ? എന്റെ മൈൻഡ് സെറ്റ് ഓക്കെ ആണെന്ന് ചോദിച്ചാൽ അതിന് പലപ്പോഴും നമുക്ക് മെഡിറ്റേഷൻ മെത്തേഡ്സുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. കാരണം നമ്മളൊരു കസ്റ്റമറെ കാണാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിലുള്ള ഈ വറീസും ടെൻഷൻസും ഒക്കെ മാറ്റിയിട്ട് വേണം നമ്മൾ കസ്റ്റമറെ കാണാൻ പോകാൻ. അതിന് മെഡിറ്റേഷന്റെ മ്യൂസിക്സുകൾ ഉപയോഗിക്കാം. നിങ്ങളിപ്പോ കാറിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് 108 തവണയുള്ള ഗായത്രി മന്ത്ര ഇട്ടുകൊണ്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ മൈൻഡ് പീസ്ഫുൾ ആവും. അല്ലെന്നുണ്ടെങ്കിൽ 30 മിനിറ്റ്സ് മെഡിറ്റേഷൻ മ്യൂസിക് ഒക്കെ ഉണ്ട്. അല്ലെങ്കിൽ ബെസ്റ്റ് ഞാൻ എപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്ന ഒന്നാണ് സീക്രട്ട് എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. റോണ്ട ബെയറിന്റെ സീക്രട്ട് എന്ന് പറഞ്ഞ ബുക്ക് ഞാനിപ്പം 100 തവണയിലധികം കേട്ടിട്ടുണ്ടാവും. അത് നിങ്ങൾക്കും അത് ഇൻഫ്ലുവൻസ് ചെയ്യും. 100 തവണയിലധികം ഞാൻ റോണ്ട ബെയറിന്റെ ഈ സീക്രട്ട് എന്ന് പറഞ്ഞ ബുക്ക് എന്റെ വണ്ടിയിലിട്ട് കേട്ടിട്ടുണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ബൂസ്റ്റിംഗ് ആണ് കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ മെന്റലി പ്രിപ്പയർഡ് ആവും. ഫസ്റ്റ് നിങ്ങളിൽ തന്നെ നിങ്ങളുടെ മെന്റൽ സ്റ്റേറ്റ് കറക്റ്റ് ആണോ നോക്കുക, നിങ്ങളുടെ ഹെൽത്ത് കറക്റ്റ് ആണോ നോക്കുക, നിങ്ങളുടെ വിസിറ്റിംഗ് കാർഡ് ഉണ്ടെന്ന് ഉറപ്പാക്കുക, കമ്പനിയുടെ ലീഫ്ലെറ്റ് ഉണ്ടെന്ന് ഉറപ്പാക്കുക. ആ ലീഫ്ലെറ്റിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ള കൃത്യമായ ധാരണ വേണം. മനസ്സിലായോ? അതായത് നമ്മൾ ലീഫ്ലെറ്റ് എന്താണെന്ന് വ്യക്തമായിട്ടാണ്. എന്നാൽ മാത്രമേ കസ്റ്റമർ കൗണ്ടർ ക്വസ്റ്റ്യൻ കൊണ്ട് അവരെ ക്വസ്റ്റ്യനായിട്ട് വരുമ്പോൾ അതിനെ കൗണ്ടർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോളജ് വേണം. പിന്നെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള നോളജ് വേണം, കോമ്പറ്റീറ്ററെ കുറിച്ചുള്ള നോളജ് വേണം. പിന്നെ നിങ്ങൾ മറ്റൊരു കാര്യം, കസ്റ്റമർ ആരാന്നറിയണം. ഞാൻ എല്ലാവരെയും ഒരേ രീതിയിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ കഴിയില്ല. ആ വ്യക്തിയുടെ ഏജ്, അയാളുടെ പൊസിഷൻ, അയാളുടെ ഡെസിഗ്നേഷൻ, അയാളുടെ ഫിനാൻഷ്യൽ പവർ, അയാളുടെ ഡിസിഷൻ മേക്കിംഗ് പവർ, ഇതെല്ലാം അറിഞ്ഞു വേണം അപ്രോച്ച് ചെയ്യാൻ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജോലി വേണമെന്ന് ചോദിക്കുന്ന ഒരവസ്ഥ ആവരുത്. അതായത് കസ്റ്റമർ ആരാന്ന് അറിഞ്ഞു വേണം പാത്രം അറിഞ്ഞു വിളമ്പണം അപ്രോച്ച് ചെയ്യാൻ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. പിന്നെ യഥാർത്ഥത്തിൽ എന്ത് സെല് ചെയ്യാനാണ് പോകുന്നത്, നമ്മുടെ ഗോൾ എന്താണ്, നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇതുകൊണ്ട് ചെറിയൊരു സെയിലാണോ, ഒരു വൺ ടൈം സെയിൽസ് ആണോ, അതോ ലോങ് ടൈം സെയിൽസ് ആണോ? കാരണം പലപ്പോഴും നമ്മൾ ഓഫർ വെക്കുന്നത് നമ്മുടെ ഈ ഒരു ഐഡിയ കൂടെ മനസ്സിൽ കരുതിക്കൊണ്ടാണ്. ഈ കസ്റ്റമർക്ക് ഇപ്പൊ വിലയൊക്കെ കുറച്ചു കൊടുത്താലും ഒരുപാട് പിന്നീട് മുതലാക്കാൻ പറ്റുമോ എന്നുകൂടെ മനസ്സിലാക്കി വേണം, അതും പ്രിപ്പയർ ആയി വേണം പോകാൻ. അതുപോലെ കസ്റ്റമറുടെ പെയിൻ പോയിന്റ് അറിയുക, അയാളുടെ നീഡ് അറിയുക, അയാളുടെ ഡെമോഗ്രാഫി കംപ്ലീറ്റ്ലി മനസ്സിലാക്കുക, അതിനുവേണ്ടി പ്രിപ്പയർഡ് ആവുക. വേണ്ടി വന്നാൽ നിങ്ങളൊരു മിറർ എക്സസൈസ് ചെയ്യുക. അതായത് ഒരു കസ്റ്റമറെ കാണാൻ പോകുന്നതിന് മുമ്പ് മിററിന്റെ മുമ്പിൽ നിങ്ങളുടെ എക്സ്പ്രഷൻസ് ഒക്കെ കറക്റ്റ് ആണോ. അതുപോലെ വാക്കുകളിൽ നിയന്ത്രണം പാലിക്കണം. അവിടെ ചെന്ന് എന്ത് സംസാരിക്കണം, എന്ത് സംസാരിക്കേണ്ട, പറയുന്നത് സത്യമേ ആകാവൂ, പക്ഷെ എല്ലാ സത്യങ്ങളും പറയേണ്ടതില്ല. അപ്പൊ കസ്റ്റമറുടെ പെയിൻ പോയിന്റ് എന്താണെന്ന് മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കണം അയാളുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കുക. അതുപോലെ നമ്മൾക്ക് വാക്കുകളിൽ നിയന്ത്രണം ഉണ്ടെന്നുള്ളത് നമ്മൾ ഉറപ്പാക്കുക. ഇതിനുവേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മിറർ എക്സസൈസ് ചെയ്യാം. നമ്മൾ നല്ലൊരു കസ്റ്റമറെ കാണാൻ പോവുകയാണെങ്കിൽ അന്ന് തന്നെ നിങ്ങൾക്ക്, അതുപോലെ നിങ്ങളുടെ അറ്റയറിൽ നിങ്ങൾ പ്രിപ്പയർ ആയിരിക്കണം. കാരണം പലപ്പോഴും നമ്മുടെ ഈ ഡ്രസ്സ് നമുക്ക് കോൺഫിഡൻസ് തരും. നിങ്ങൾക്ക് ഏറ്റവും കോൺഫിഡൻസ് ആയി തോന്നുന്ന വസ്ത്രം ധരിച്ച് വേണം നിങ്ങളൊരു ഹൈറ്റ് കസ്റ്റമറെ കാണാൻ പോകാൻ. നിങ്ങളുടെ കോൺഫിഡൻസ് ലൂസ് ചെയ്യുന്ന ഒന്നും ആവരുത്. അപ്പൊ അവിടെ ഡ്രസ്സിംഗിൽ പ്രിപ്പറേഷൻ വേണം. അതിന്റെ എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമ്മൾ വേറെ സെഷനിൽ സംസാരിക്കുന്നുണ്ട്. നിങ്ങളുടെ ഈ ജനറൽ അറ്റയറില്, നിങ്ങളുടെ ഗാഡ്ജറ്റുകളില് ഒക്കെ
നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കണം. അതായത് പല ആളുകളും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ സെയിൽസ് മൊബൈൽ കവറൊക്കെ അവരുടെ മൊബൈലിന്റെ കേസ് ഒക്കെ പൊടിഞ്ഞു ഒക്കെ ഇരിക്കുന്നതൊക്കെ ആയിരിക്കും. അതുകൊണ്ടൊക്കെ ഒരു നല്ല കസ്റ്റമർ മുമ്പിൽ പോകുമ്പോൾ അതുപോലെ തന്നെ ഒരു നല്ല ഇമേജ് അല്ല കൊടുക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ലാപ്ടോപ്പ് നല്ല രീതിയിൽ നിങ്ങളുടെ സ്ക്രീനൊക്കെ ക്ലീൻ ആയിരിക്കണം. പലരുടെ ഈ ഡസ്റ്റി ലാപ്ടോപ്പ് ഒക്കെ ആയിട്ട് ഒരാളുടെ മുമ്പിൽ തുറന്നു നോക്കുമ്പോൾ ഇയാള് റിയലി ഇതിലൊക്കെ ഫോക്കസ് ചെയ്യുന്ന ആളാണ്, അതൊക്കെ അസസ് ചെയ്യപ്പെടും. അതിലെത്ര അതുപോലെ നിങ്ങളുടെ ഷൂ, നിങ്ങളുടെ മറ്റ് ഈ പിന്നെ ഔട്ട്ഫിറ്റ്സുകളെല്ലാം തന്നെ അപ്ഡേറ്റ് ആയി. അപ്പൊ അതിനുവേണ്ടി പ്രിപ്പറേഷൻ ഈസ് വെരി ഇമ്പോർട്ടന്റ്. രണ്ടാമത്തെ സ്റ്റേജ് ആണ് ഈ പ്രിപ്പറേഷൻ. അത് പ്രാക്ടീസ് തന്നെ ആവശ്യമാണ്. അതിനാവശ്യമായി അത് നമ്മൾ ചോദിക്കും. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ട്രെയിനിങ്ങുകൾ കൊടുക്കണം, ഇന്റർമീഡിയറ്റ് ആയിട്ട് ട്രെയിനിങ്ങുകൾ കൊടുക്കണം എന്ന് പറഞ്ഞില്ലേ, ഇതിനൊക്കെയാണ് ട്രെയിനിങ് കൊടുക്കേണ്ടത്. ഇപ്പൊ എന്നോട് 1-2 സ്റ്റാഫുകൾ ചോദിച്ചിട്ടുണ്ട്, നമ്മൾ ഓഫീസിൽ വരുമ്പോ എന്തിനാണ്, നമ്മൾ ആരും കാണുന്നില്ലല്ലോ. ഞാനൊരു ടെലികോളറായിട്ട് ജോലി ചെയ്യുമ്പോൾ എന്നെ ആരും കാണുന്നില്ല, എനിക്ക് എന്തിനാണ് എന്റെ അങ്ങനെയുള്ള ഡ്രസ്സിൽ വരിക, അല്ലെങ്കിൽ എന്റെ ഫേസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുക, ഇതിന്റെ ആവശ്യം എന്താ ചോദിക്കും. പക്ഷെ അങ്ങനെയല്ല. കാരണം 60% സബ് കോൺഷ്യസ് അൺകോൺഷ്യസ് മൈൻഡിൽ നമ്മൾ ആരാന്നാണ് നമ്മുടെ രൂപത്തെ കുറിച്ചുള്ള ബോധമുണ്ട്. അപ്പൊ ആ അൺകോൺഷ്യസ് മൈൻഡിൽ നമ്മൾ സുന്ദരനാണ് സുന്ദരിയാണെന്നുള്ള ബോധം നമ്മുടെ വാക്കുകൾ പ്രതിഫലിക്കും, നമ്മുടെ വാക്കുകളിലും നമ്മുടെ പ്രവൃത്തികളിലും ഒക്കെ പ്രതിഫലിക്കും. അത് തന്നെയാണ് യഥാർത്ഥത്തില്. അതായത് അറ്റ് എയർ പ്ലേസ് ഹാഫ് ദ റോൾ എന്നാണ്. നിങ്ങളൊരു ഭിക്ഷക്കാരന്റെ വസ്ത്രം ഒരു രാജാവിനെ ധരിപ്പിക്കുക, എന്നിട്ടൊരു രാജാവിന്റെ വസ്ത്രം ഒരു ഭിക്ഷക്കാരനെ ധരിപ്പിക്കുക. ആ ഭിക്ഷക്കാരൻ രാജാവിനെ പോലെ ബിഹേവ് ചെയ്യും. 100% ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങളൊരു അറ്റ് എയർ പ്ലേസ് ഹാഫ് ദ റോൾ എന്നാണ്. അപ്പം നിങ്ങളൊരു രാജാവിന്റെ വസ്ത്രം ഒരു ഭിക്ഷക്കാരനെ ധരിപ്പിക്കുക, അതുപോലെ തന്നെ ഭിക്ഷക്കാരന്റെ വസ്ത്രം രാജാവിനെ ധരിപ്പിക്കുക. ആ ഭിക്ഷക്കാരൻ രാജാവിനെ പോലെ ബിഹേവ് ചെയ്യും. തീർച്ചയാണ്. കാരണം അറ്റ് എയർ പ്ലേസ് ഹാഫ് ദ റോൾ എന്നാണ്.